വയനാട് മാനന്തവാടിയിൽ LDF പ്രചരണ യോഗത്തിൽ VS അച്യുതാനന്ദൻ സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഗവൺമെന്റിനെ നയിച്ചത് VS അച്യുതാനന്ദൻ എന്ന ഞാനായിരുന്നു. അന്ന് ആ ഗവൺമെന്റിന്റെ ഭക്ഷ്യകാര്യ വകുപ്പ് ആന്ധ്രാപ്രദേശിലേക്കും പശ്ചിമ ബംഗാളിലേക്കുമെല്ലാം പോയി നല്ല അരിയും പഞ്ചസാരയും പയറുവർഗ്ഗങ്ങളും എല്ലാം വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് വെറും 14 രൂപയ്ക്കാണ് 42 രൂപ വിലയുണ്ടായിരുന്ന അരിയുടെ സ്ഥാനത്ത് വെറും 14 രൂപയ്ക്കാണ് അരി ജനങ്ങൾക്ക് നൽകിയത്. പഞ്ചസാരയും പയറുവർഗ്ഗങ്ങളുമെല്ലാം തന്നെ ഈ തരത്തിൽ 14 ഉൽപ്പന്നങ്ങൾ വില നിയന്ത്രിച്ച് ജനങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് ചരിത്ര സംഭവം. ഈ തരത്തിൽ കാർഷിക രംഗത്ത് ആത്മഹത്യ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന കാലത്ത് കാർഷിക കടാശ്വാസ നിയമം കൊണ്ടുവന്ന കൃഷിക്കാരെ കടക്കടിയിൽ നിരക്ഷിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കടാശ്വാസ നിയമം, പലിശരഹിത വായ്പ ഇതെല്ലാം നടപ്പിലാക്കിയതോടുകൂടി കൃഷിക്കാർക്ക് ഏറെ ആശ്വാസമുണ്ടായി. ആത്മഹത്യ ചെയ്യപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച് ആത്മഹത്യ ചെയ്യപ്പെട്ട ഓരോ കൃഷിക്കാരനും 50,000 രൂപ വീതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നൽകി. പിന്നെ കൃഷി ചെയ്യാൻ വായ്പകൾ ഒന്നിനു പുറകെ ഒന്നായി വായ്പകൾ അനുവദിച്ചതിന്റെ ഫലമായി കൃഷിക്കാർക്ക് സുഖമായി കൃഷി നടത്താനും വരുമാനം ഉണ്ടാക്കാനും കഴിഞ്ഞു. ഈ തരത്തിലുള്ള നയ സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ചാണ്ടിയുടെ UDF ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നിങ്ങൾ പാവപ്പെട്ടവർ, ആദിവാസികൾ, ദരിദ്രർ, കഷ്ടപ്പെട്ട് കഴിയുന്നവർ, അവർക്ക് ഏക ആശ്രയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് മാനന്തവാടി മണ്ഡലത്തിൽ നിന്ന് സഖാവ് OR കേളുവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായ കേളുവിന് ചുറ്റിയേരുവാൻ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 2005 വരെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചിരുന്ന കാലത്താണ് 2006 മുതൽ 2011 വരെ എന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നത്. ആ കാലത്തുണ്ടായ മാറ്റങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതേപോലുള്ള മാറ്റങ്ങൾ തുടർന്നുമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കേളുവിനെ OR കേളുവിനെ വൻപിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടെല്ലാം വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഖാവ് കേളു വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ ഭാവി കേരളം അഴിമതിയില്ലാത്ത ആദിവാസികളും പാവപ്പെട്ടവർക്കും സുഖമായി കഴിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ.